കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പുതിയ ഭരണസമിതിക്ക് നേരിടാൻ കടമ്പകളേറെ. ഭൂരിപക്ഷമില്ലാത്ത ഭരണത്തിലും പുതിയ ചെയർപേഴ്സണെ കാത്തിരിക്കുന്നത് നിരവധി പ്രശ്നങ്ങൾ. റോഡുകളുടെ ശോചനീയാവസ്ഥ, കുടിവെള്ളക്ഷാമം, ശുചിത്വമില്ലായ്മ എന്നിവയാണ് അതിൽ പ്രധാനം. നഗരസഭയിലെ പ്രധാന റോഡുകളെ കൂടാതെ ഉൾനാടൻ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. CI ഓഫീസിന് പടിഞ്ഞാറു ഭാഗത്തുള്ള റോഡിലെ സഞ്ചാരം വലിയ ദുർഘടമായി മാറി. ബൈപ്പാസിലെ വഴിവിളക്കുകളിൽ പലതും മിഴിയടച്ച് മാസങ്ങളായി. ഇതിനെല്ലാം ശാശ്വത പരിഹാരം കാണണം. ചന്തപുരയിലെ ഇരുചക്രവാഹനങ്ങളുടെ പാർക്കിംഗ് കാരണം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് വളയ്ക്കുമ്പോഴുണ്ടാകുന്ന ഗതാഗത തടസ്സത്തിന് പോംവഴി കണ്ടെത്തണം. നഗരസഭയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിലെ കുടിവെള്ളക്ഷാമം ഭരണസമിതിയുടെ ഉറക്കം കെടുത്തും. മേത്തല വില്ലേജിലെ പടന്ന, ആനാപ്പുഴ, പാലിയം തുരുത്ത്, പുല്ലൂറ്റ് വില്ലേജിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും കുടിവെള്ള ഭീഷണി നേരിടുന്നതാണ്. കഴിഞ്ഞ ഭരണസമിതിയും നഗരസഭയും നിരവധി കുടിവെള്ളം കിട്ടാത്തതിന്റെ പേരിൽ വീട്ടമ്മമാർ നടത്തിയ സമരത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. നഗരത്തിലെ ബൈപ്പാസിൽ തള്ളുന്ന മാലിന്യങ്ങൾക്ക് പരിഹാരം കാണണം. റോഡിന്റെ സൈഡുകളിൽ മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായി മാറി. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ചെയർപേഴ്സന്റെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ടാകും എന്നതിനനുസരിച്ചാകും 5 കൊല്ലം കഴിഞ്ഞാൽ വിളവ് ലഭിക്കുക. കഴിഞ്ഞ തവണ ചെയർമാനായിരുന്ന CPIയിലെ CC വിപിൻ ചന്ദ്രൻ പ്രതിനിധീകരിച്ചിരുന്ന വാർഡും തുടർന്ന് ചെയർമാനായിരുന്ന CPMയിലെ KR ജൈത്രൻ പ്രതിനിധീകരിച്ചിരുന്ന വാർഡിലും BJPയാണ് വിജയിച്ചത്. അവിടെയെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഭരണം നടത്തിയവർക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാണ് എതിരാളികൾ വോട്ട് നേടിയത്. ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രം മുന്നിൽ നിൽക്കുന്ന LDFന് പാളിച്ച സംഭവിച്ചാൽ അത് അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം കാണിക്കുന്നത്.